Assalamu alaikum warahmatullahi wabarakatuhu. How are you all, my dear children? I hope all of you are staying fine and safe at home. So, in today's class, we will discuss about rainbow. In the last class, we said that rainbow is formed when after the rain, the sun appears, the cloud moves away. At that time, when the sun appears, the sunlight falls on the water droplets in the atmosphere, and the water droplets will act like a prism, and therefore we can see a rainbow. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് അല്ലേ? സോ ഈ റെയിൻബോ എങ്ങനെയാണ് നമ്മുടെ കണ്ണിലെത്തുന്നത്, എങ്ങനെയാണ് അതൊരു ആർക്ക് ഫോമിൽ നമ്മൾക്ക് കാണുന്നത് എന്നൊക്കെയുള്ളതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ഡ്രോ എ വാട്ടർ ഡ്രോപ്ലെറ്റ്. സപ്പോസ് ദിസ് ഈസ് മൈ വാട്ടർ ഡ്രോപ്ലെറ്റ്. ഓക്കെ, this is my water droplet. The sunlight is passing to the water droplet. It splits into different colors അല്ലേ? സ്പ്ലിറ്റ് ചെയ്യുമ്പം എന്താണ് ആദ്യം വരുന്നത്, എന്താണ് അവസാനം വരുന്നത്? സ്പ്ലിറ്റ് ചെയ്യുമ്പം ആദ്യം റെഡ് വരും, പിന്നെ വയലറ്റ് വരും അല്ലേ? ആഫ്റ്റർ സ്പ്ലിറ്റിംഗ്, ആഫ്റ്റർ ഡിസ്പേർഷൻ, ദ ലൈറ്റ് റീച്ചസ് ദ സെക്കൻഡ് സർഫസ്. ഈ സെക്കൻഡ് സർഫസിൽ നിന്ന് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴി, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴി ലൈറ്റ് റിഫ്ലക്റ്റ് ബാക്ക് ടു ദ സെയിം മീഡിയം. അപ്പുറത്തോട്ട് പോവാതെ ലൈറ്റ് റിഫ്ലക്റ്റ് ബാക്ക് ടു ദ സെയിം മീഡിയം ആൻഡ് ഡിസ്പേഴ്സ് ഔട്ട് ഫ്രം ദ വാട്ടർ ഡ്രോപ്ലെറ്റ്. ഈ ഒരു പടത്തിൽ നമ്മൾക്ക് ഇവിടെ റെഡും ഇവിടെ വയലറ്റുമാണ്. വൈൽ ഡിസ്പേർഷൻ ആദ്യം റെഡ് വന്നു, താഴെ വയലറ്റ് വന്നു. പിന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ ഈ റെഡ് താഴെ പോയി വയലറ്റ് മുകളിൽ പോകും. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫിഗർ, യു ഹാവ് ടു നോ. ഇത് എക്സാമിന് ചോദിക്കും. കാരണം ഈ ഫിഗർ ഇതുപോലത്തെ ഒരു 3-4 ഫിഗേഴ്സ് തന്നിട്ട് റെഡ് മേളിലും വയലറ്റ് താഴെ, ഇവിടെ വയലറ്റ് മേളിൽ റെഡ് താഴെ, അങ്ങനെയൊക്കെ തന്നിട്ട് ഏതാണ് കറക്റ്റ് റെയിൻബോ ഫോർമേഷൻ എന്ന് ചോദിക്കാം. When they ask you like that, we have to say that first the sunlight incident on the water droplet, it disperses as usual. മേളിൽ റെഡ്, താഴെ വയലറ്റ്, അങ്ങനെയാണ് യൂഷ്വലി നടക്കുന്നത് ഡിസ്പേർഷൻ. ഇത് കഴിഞ്ഞിട്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. Why at a certain critical angle or greater than the critical angle there won't be any dispersion. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിറ്റിക്കൽ ആംഗിൾ, സോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓഫ് സൺലൈറ്റ് ഹാപ്പൻസ്. അപ്പോൾ വെൻ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓഫ് സൺലൈറ്റ് ഹാപ്പൻസ്, ദ റെഡ് ഒരു പെർട്ടിക്കുലർ ആംഗിളിലോട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, വയലറ്റ് വേറൊരു ആംഗിളിലോട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം ട്വിസ്റ്റ് ചെയ്ത് റെഡ് താഴെയും വയലറ്റ് മുകളിലും ആവും. അപ്പോൾ നമ്മൾ ഡിസ്പേഴ്സ് ചെയ്ത് വരുമ്പം വയലറ്റ് മുകളിലും റെഡ് താഴെയുമായിട്ട് വരയ്ക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നിങ്ങൾ റെയിൻബോ കാണുമ്പോൾ വയലറ്റാണോ മുകളിൽ കാണുന്നത്? റെയിൻബോ കാണുമ്പോൾ നിങ്ങൾക്ക് വയലറ്റാണോ മുകളിൽ കാണാൻ പറ്റുന്നത്? അല്ല. യു സീ റെഡ് ഓൺ ദ ടോപ്പ്. While you are seeing a rainbow, you see red on the top. Why does it happen? എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മളുടെ ലൈൻ ഓഫ് സൈറ്റുമായിട്ട് ഏത് കളറിൻ്റെ വേവ് ലെങ്ത് ആണ് മാച്ച് ചെയ്യുന്നത്, ആ കളറായിരിക്കും നമുക്ക് കാണുന്നത്. ലൈൻ ഓഫ് സൈറ്റുമായിട്ട് ഏത് കളറാണ് മാച്ച് ചെയ്യുന്നത്, ലൈൻ ഓഫ് സൈറ്റുമായിട്ട്
വിച്ച് കളറുള്ള വിച്ച് വേവ് ലെങ്ത് മാച്ചസ് വിത്ത് ദ ലൈൻ ഓഫ് സൈറ്റ്, ആ ഒരു സമയത്ത് ആ ഒരു കളർ, ആ ഒരു ആംഗിളിൽ ആ ഒരു കളറേ കാണാൻ പറ്റുള്ളൂ. അപ്പം റെഡ് കളർ കാണുന്നതിനൊരു ആംഗിൾ ഉണ്ട്, വയലറ്റ് കളർ കാണുന്നതിന് ഒരു ആംഗിൾ ഉണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ആ കളറേ കാണാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഡിഗ്രിയിൽ റെഡ് കളറും അത് കഴിഞ്ഞ് ഏറ്റവും താഴെ വയലറ്റ് കളറുമാണ് കാണുന്നത്. നമുക്ക് റെയിൻബോ ആർക്ക് ഫോർമേഷനിൽ റെഡ് മുകളിലും വയലറ്റ് താഴെയാണല്ലോ. വിപ്ക്യൂറിൽ റെഡ് മുകളിലും വയലറ്റ് താഴെയാണ് കാണുന്നത്. അപ്പം റെഡിൽ നിന്ന് വയലറ്റിലോട്ട് പല പല ഡിഗ്രീസ് ആണ്. അപ്പം ലൈൻ ഓഫ് സൈറ്റുമായിട്ട് റെഡിനൊരു ആംഗിൾ കാണും, അടുത്ത ഗ്രീനിനൊരു ആംഗിൾ കാണും, ഓറഞ്ചിന് വേറൊരു ആംഗിൾ ആയിരിക്കും, വയലറ്റിന് വേറൊരു ആംഗിൾ ആയിരിക്കും. ആ ലൈൻ ഓഫ് സൈറ്റുമായിട്ട് മീറ്റ് ചെയ്യുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആ കളർ എമിറ്റ് ചെയ്യും. ഇപ്പം ഈ റെഡ് ഇവിടെ ഒരുപാട് വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ കൂട്ടായ്മയാണിത്, ഒരുപാട് വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ കൂട്ടായ്മയാണ്. ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എല്ലാം എമിറ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് നമുക്ക് കാണുന്നത്. ആ നമ്മൾക്ക് കാണുന്ന ആ ലൈനിൽ റെഡേ കാണൂ, ആ വാട്ടർ ഡ്രോപ്ലെറ്റിൽ റെഡ് എമിറ്റ് ചെയ്യുന്നുള്ളൂ. റെഡ് എമിറ്റ് ചെയ്യുന്നത് മാത്രമേ നമ്മുടെ കണ്ണിലെത്തുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഈ ഇവിടെയും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും. ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എല്ലാം ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റുമായിട്ട് മീറ്റ് ചെയ്ത് വയലറ്റ് മാത്രമേ നമുക്ക് കാണിക്കുന്നുള്ളൂ. നമ്മുടെ ലൈൻ ഓഫ് സൈറ്റുമായിട്ട് അവിടെ വയലറ്റ് മാത്രമേ എത്തുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ആർക്ക് മൊത്തവും വയലറ്റായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പം അതിന് ലൈൻ ഓഫ് വിഷൻ പഠിക്കണം. ലൈൻ ഓഫ് വിഷൻ ഈസ് ദ ലൈൻ connecting the center of the rainbow and the eye of the observer. Line of vision. Line of vision is the line connecting the center of the eye to the line center of rainbow to eye of observer. Line connecting. Line connecting center of rainbow to the eye of the observer, അതാണ് ലൈൻ ഓഫ് വിഷൻ. ഓക്കെ, അതിനെയാണ് ലൈൻ ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഇനി ലൈൻ ഓഫ് വിഷൻ കഴിഞ്ഞിട്ട് എന്താ നമ്മൾ പറയാൻ പോകുന്നത്? ഈ ഓരോ ലൈറ്റ് റേ, ദ ലൈറ്റ് റേ എമർജിങ് ഫ്രം ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, ലൈറ്റ് റേ emerging from the water droplets which make the same angle as line of vision. Same angle as line of vision. Angle reflected ray which make the same angle as line of vision have the same color. അതായത് ഏത് വേവ് ലെങ്തിനനുസരിച്ച് കളർ മാറും. നമ്മൾ ലൈൻ ഓഫ് വിഷൻ ഏത് ആംഗിളിലാണോ ആ പർട്ടിക്കുലർ ആംഗിളിലുള്ള കളർ മാത്രം നമുക്ക് ആ ഒരു ആംഗിളിൽ കാണാൻ കഴിയുള്ളൂ. ആംഗിൾ മാറും തോറും കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പം വയലറ്റിനൊരു ആംഗിൾ ആയിരിക്കും, റെഡിന് വേറൊരു ആംഗിൾ ആയിരിക്കും. മനസ്സിലായില്ലേ? ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ കോമ്പിനേഷൻ ഓഫ് കളേഴ്സ്. കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് നിങ്ങൾക്കറിയാം, ഗ്രീനും റെഡും, ഇത് രണ്ടും ചേർന്നാൽ എന്ത് കളറാണ് ആവുന്നത്? ഗ്രീൻ ആൻഡ് റെഡ് യെല്ലോ. ഗ്രീൻ ആൻഡ് റെഡ് മിക്സ് ചെയ്താൽ യെല്ലോ കിട്ടും. ഗ്രീൻ ആൻഡ് ബ്ലൂ മിക്സ് ചെയ്താൽ സിയാൻ കിട്ടും. ഗ്രീൻ ആൻഡ് ബ്ലൂ മിക്സ് ചെയ്താൽ സിയാൻ കിട്ടും. ബ്ലൂ ആൻഡ് റെഡ് മിക്സ് ചെയ്താൽ മജന്ത കിട്ടും. ഓക്കെ, ബ്ലൂ ആൻഡ് റെഡ് മിക്സ് ചെയ്താൽ മജന്ത കിട്ടും. ഇത് നിങ്ങൾക്ക് ചിലപ്പം ഒരു സർക്കിൾസിൻ്റെ ഫോർമുലായിട്ട് ഇങ്ങനെ ചോദിക്കും. ഗ്രീനിൻ്റെ കുറച്ച് ഭാഗം, റെഡിൻ്റെ കുറച്ച് ഭാഗം, ഇത് മിക്സ് ചെയ്യുന്ന ആ കളർ ആ സ്ഥലത്ത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് യെല്ലോ കളർ കിട്ടും.
ഗ്രീനും ബ്ലൂവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് സിയാൻ കളർ കിട്ടും, ബ്ലൂവും റെഡും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് മജന്ത കിട്ടും. ഇത് എഴുതിയെടുക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിന് ചോദിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ എപ്പോഴാണ് റെയിൻബോസ് കാണാറുന്നത്? ഡ്യൂറിങ് ഈവനിങ്, സണ്ണ് നമ്മുടെ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന സമയത്ത്, ഡ്യൂറിങ് ഈവനിങ് ടൈംസ്, ഡ്യൂറിങ് മോർണിംഗ് ടൈംസ് ആൻഡ് ആഫ്റ്റർ ദ റെയിൻ ഹാപ്പൻസ്. ഈ സമയത്തൊക്കെയാണ് നമ്മൾ റെയിൻബോസിനെ കാണാറ്. ഓക്കെ, ഈവനിങ് ടൈം, ഏർലി മോർണിംഗ് ടൈമിലൊക്കെ കാണാം. അപ്പം ഈ സമയത്ത് റെയിൻബോ ആക്ച്വലി പല സ്ഥലത്ത് വെച്ച് നമുക്ക് പല രീതിയിലാണ് കാണുന്നത്. When the sun is near the horizon, the rainbow appears to be bigger. When the sun is near the horizon എന്ന് പറഞ്ഞാൽ ഈ ഈവനിങ് സമയത്തും രാവിലെയുള്ള സമയത്തും the rainbow appears to be bigger in size. But when the sun is far apart, the rainbow disappears. നമ്മൾ സൂര്യൻ ഹൊറൈസൻ്റെ അടുത്ത് നിൽക്കുമ്പം റെയിൻബോ വലുതായിട്ട് തോന്നും. സൂര്യൻ ഭൂമിയുടെ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പം ഡിസപ്പിയർ ആവും. കൂടുതൽ ദൂരം സൂര്യൻ ഉണ്ടെങ്കിൽ ഡിസപ്പിയർ ആയി പോവും. ആൻഡ് നമ്മളൊരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിൽക്കുകയാണ്, ഒരു എയ്റോപ്ലെയിനകത്ത് നിൽക്കുകയാണ്, ഒരു ഹെലികോപ്റ്ററിനകത്ത് നിൽക്കുകയാണ്, നല്ല ഹൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ താഴെ നമ്മൾ നോക്കുമ്പം സർക്കിളായിട്ട് റെയിൻബോ കാണാൻ കഴിയും. വി ക്യാൻ സീ റെയിൻബോ ആസ് എ ഹോൾ സർക്കിൾ. അത് ഒരു എയ്റോപ്ലെയിൻ, ഒരു ഫ്ലൈറ്റിലോ ഒരു സർട്ടൺ ഹൈറ്റിലോ ഒക്കെ നിൽക്കുമ്പോഴേ അത് സാധിക്കും. അപ്പം റെയിൻബോ ഫുൾ സർക്കിളായിട്ടായിരിക്കും കാണുന്നത്. നമുക്ക് സാധാരണ ഭൂമിയിൽ നിൽക്കുമ്പം റെയിൻബോ ഫുൾ സർക്കിളായിട്ട് കാണില്ല, ബിക്കോസ് ദർ ഇസ് എ ഹൊറൈസൺ. നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലേ, ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈൻ ഓഫ് സൈറ്റ് താഴോട്ടില്ലല്ലോ, നമുക്ക് നേരെയല്ലേ കാണാൻ പറ്റും, അടിയിലോട്ടുള്ളത് കാണാൻ പറ്റില്ല. പക്ഷേ എയ്റോപ്ലെയിനിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫുൾ സർക്കിളായിട്ട് താഴെ റെയിൻബോയിനെ കാണാൻ കഴിയും. ദെൻ റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ആണ് ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സിൽ we are going to take 2 prisms. ഒന്നും നമുക്ക് പാടുള്ളതില്ല ഈ ചാപ്റ്ററിൽ, എല്ലാം എളുപ്പമാണ്. വി ആർ ടേക്കിംഗ് എ സ്ക്രീനിൽ ഞാനൊരു വൈറ്റ് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്തു. ഐ എം ഇൻസിഡൻറ്റിങ് എ വൈറ്റ് ലൈറ്റ്. ഈ വൈറ്റ് ലൈറ്റ് എന്ത് ചെയ്യും? പ്രിസത്തിൽ ഡിസ്പേഴ്സ് ചെയ്യും അല്ലേ. ആദ്യം റെഡ്, പിന്നെ വയലറ്റ്. ഇഫ് ഐ ആം പ്ലേസിങ് ആൻ ഇൻവേർട്ടഡ് പ്രിസം ഹിയർ, ഈ റെഡ് ലൈറ്റ് ഇവിടെ പോയി ഡിസ്പേഴ്സായി, വയലറ്റ് ലൈറ്റ് ഇവിടെ പോയി. അപ്പോൾ 7 ബാൻഡ് ഓഫ് കളേഴ്സ് വന്നേ, ഇതിൻ്റെ ഇടയിൽ വന്നു. വാട്ട് ഹാപ്പൻസ് ഈസ്, ഈ ഒരു ലൈറ്റ് ഈ ഇൻവേർട്ടഡ് പ്രിസത്തിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് വൈറ്റ് ലൈറ്റായിട്ട് പോകും. വൈറ്റ് ലൈറ്റ് കേട്ടോ. ഇപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റ് ബ്ലാക്ക്, ഒരു സ്ക്രീനിൽ നിന്ന് ഒരു ഹോൾ ഉണ്ടാക്കണം, അവിടെ ഇൻസിഡൻറ്റ് ടോർച്ച് വെക്കണം. ഏതൊരു ടോർച്ചോ ഒരു ലേസർ ലൈറ്റോ വെച്ചിട്ട് ഒരു പ്രിസം വെക്കണം. ഈ പ്രിസം എന്ത് ചെയ്യും? വൈറ്റ് ലൈറ്റിനെ ഡിസ്പേഴ്സ് ചെയ്യും. ഡിസ്പേഴ്സ് ചെയ്ത് 7 ബാൻഡ് ഓഫ് കളേഴ്സ് ആക്കി മാറ്റും. ഈ 7 ബാൻഡ് ഓഫ് കളേഴ്സിനെ ഒരു ഇൻവേർട്ടഡ് പ്രിസത്തിൽ ഇൻസിഡൻറ്റ് ചെയ്യിക്കും. ഈ ഇൻവേർട്ടഡ് പ്രിസത്തിൽ ഇൻസിഡൻറ്റ് ചെയ്യിക്കുമ്പോൾ ഈ 7 ബാൻഡ് ഓഫ് കളേഴ്സ് വീണ്ടും റീകമ്പൈൻ ചെയ്തിട്ട് തിരിച്ച് വൈറ്റ് ലൈറ്റായിട്ട് കാണിക്കും. അപ്പം ദിസ് ഹാപ്പൻസ് വെൻ വൈറ്റ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ നോർമൽ പ്രിസം ആൻഡ് ആൻ ഇൻവേർട്ടഡ് പ്രിസം. റീകോമ്പിനേഷൻ ഓഫ് ലൈറ്റ് ടേക്സ് പ്ലേസ്. അപ്പം ഈ റീകോമ്പിനേഷൻ ഓഫ് ലൈറ്റ് പറഞ്ഞാൽ നമുക്കിനി പഠിക്കാനുള്ളത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. അതിന് ആദ്യം നമ്മൾ പഠിക്കുന്നത് recombination of light ഇല്ലേ. An example of recombination of light is Newton's disk. Newton's color disk. Newton's color disk. ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൽ ഒരുപാട് കളേഴ്സ് ഉള്ള ഒരു ന്യൂട്ടൺസ് ഡിസ്ക് ആണ്. ഒരുപാട് കളേഴ്സ് ഉള്ളൊരു ന്യൂട്ടൺസ് ഡിസ്ക് ആണ്. അതിനകത്ത് നമ്മൾക്ക് 7 ബാൻഡ് ഓഫ് കളേഴ്സ് നമുക്ക് സൺലൈറ്റിലുണ്ട്. അപ്പോൾ ഈ കാണുന്നത് പോലെ ഒരുപാട് ബാൻഡ് ഓഫ് കളേഴ്സ് നമുക്ക് ഒരു ഡിസ്കിനകത്ത് നമുക്ക് കളർ ചെയ്തെടുക്കാം.
ഇതിനെ നമ്മൾ വളരെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് വഴി ഇത് വൈറ്റ് ആയിട്ട് തോന്നിക്കും, നിയർ ടു വൈറ്റ് ആയിട്ട് തോന്നിക്കും. വാട്ട് ഹാപ്പൻസ് ഈസ്, ഈ ന്യൂട്ടൺസ് കളർ ഡിസ്ക് പോലെ നമുക്കും സ്വന്തമായിട്ടൊരു കളർ ഡിസ്ക് ഉണ്ടാക്കാം. ഈ കളർ ഡിസ്കിന് നമ്മൾ എന്ത് ചെയ്യുക, നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുക. വാട്ട് ഹാപ്പൻസ് വെൻ ദ ന്യൂട്ടൺസ് കളർ ഡിസ്ക് ഈസ് റൊട്ടേറ്റഡ്? ദീസ് ഓൾ കളേഴ്സ് വി സീ ഹിയർ, നമ്മളുടെ കണ്ണിൽ ഒരു സമയത്ത് ഒരു ഇമേജ് ഫോം ചെയ്യുമല്ലോ. ഒരു കളറിന് ഇപ്പോൾ റെഡ് ആണ് തോന്നിയെങ്കിൽ ആ റെഡ് കളറ് എൻ്റെ മനസ്സിൽ അത് റെഡ് ആണ് എന്ന് തോന്നിച്ചു. പക്ഷെ തൊട്ടടുത്ത് അത് മാഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ തൊട്ടടുത്ത കളർ എൻ്റെ അതേ സ്ഥലത്ത് വരികയാണ്. സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പം സംഭവിക്കുന്നതാണ്. എല്ലാ കളറും കൂടെ ഏതാണ്ട് ഒരേ സമയത്ത് എൻ്റെ കണ്ണിൽ എത്തും. all the colors combine in my retina at the same time and all the colors combines to form white light. So I see the Newton's color disk as a white rotating disk. മനസ്സിലായില്ലേ? കാരണം ഈ കളർ എല്ലാം കൂടെ ജോയിൻ ചെയ്താണ് എൻ്റെ കണ്ണിൽ കാണുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് എൻ്റെ റെറ്റിനയിൽ എത്തുമ്പോൾ എനിക്കത് വൈറ്റ് ലൈറ്റ് ആയിട്ടല്ലേ തോന്നത്തുള്ളൂ. കാരണം ഈ എല്ലാ കളേഴ്സും ഏതാണ്ട് ഒരേ സമയത്താണ് എൻ്റെ കണ്ണിൽ കാണുന്നത്. അതിനാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. 1/16 സെക്കൻഡ്സിൽ ഉള്ളിൽ തന്നെ അടുത്ത കളർ വരികയാണ്. 1/16 സെക്കൻഡ്സ് കൊണ്ട് തന്നെ 1/16 സെക്കൻഡ്സിനുള്ളിൽ തന്നെ അടുത്ത ഇമേജ് വരികയാണ്. അത്രയ്ക്ക് സ്പീഡായിട്ടാണ് ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണം റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഇൻ മൈ റെറ്റിന ഹാപ്പൻസ്. അപ്പോൾ ദ ഡിസ്ക് അപ്പിയേഴ്സ് ടു ബി വൈറ്റ് ഡ്യൂ ടു ദ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ all the rays of light from the 7 colors reach the retina of the eye within 1/16 seconds. All the colors of the light reach our retina within 1/16 seconds. That's why I can see this as a colorful, not a colorful disc but as a white light. ഇതിന് വേറൊരു എക്സാമ്പിൾ ആണ്, നമ്മളൊരു കേജ് എടുക്കുക, ഒരു കേജിനെ ഒരു റൗണ്ടിൽ വരയ്ക്കുക, എന്നിട്ട് ഒരു ബേർഡ് എടുക്കുക, ആ ബേർഡിനെ വേറൊരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വരയ്ക്കുക. ഈ ഒരു കേജിന് തെർമോഫോബ് എന്ന് പറയും, തെർമോട്രോപ്പ് എന്ന് പറയും. തെർമോട്രോപ്പ്. നമ്മളൊരു കേജ് എടുക്കുക, ഒരു സർക്കിൾ എടുത്തിട്ട് അതിനകത്തൊരു കേജ് വരയ്ക്കുക. ഈ സർക്കിളിൽ നമ്മൾ 2 ഹോൾസ് ഇടുക. ആ ഹോൾസ് ഇട്ടതിന് ശേഷം ഈ സർക്കിളിൻ്റെ ബാക്കിലായിട്ട് നമ്മളൊരു കിളികളോ എന്തെങ്കിലും തത്തയോ എന്തിനെങ്കിലും വരയ്ക്കണം. അപ്പോൾ ഈ വരയ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ വി ഡ്രോ ദിസ് കേജ് ആൻഡ് ദ ബേർഡ്, I can note a thread on the 2 sides of the cardboard. ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു സൈഡിൽ കേജും ഒരു സൈഡിൽ തത്തയും വരച്ചു. എന്നിട്ട് ഞാനത് സ്ട്രിങ് വെച്ച് കെട്ടി. ഈ കെട്ടിയതിന് ശേഷം ഞാനിതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ വലിച്ചാൽ എന്ത് ചെയ്യും? ഈ കാർഡ്ബോർഡ് റൊട്ടേറ്റ് ചെയ്യും അല്ലേ? തെർമോടോപ്പ്. ഈ കാർഡ്ബോർഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കാർഡ്ബോർഡിൻ്റെ ഫ്രണ്ടിൽ ഒരു കേജല്ലേ, ബാക്കിലൊരു കിളിയല്ലേ, എനിക്ക് ആ കിളി ആ കേജിൻ്റെ ഉള്ളിലിരിക്കുന്നതായിട്ട് തോന്നും. എനിക്ക് ആ കേജിൻ്റെ ഉള്ളിൽ ആ കിളി ഇരിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അതിനെയാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ്റെ വേറൊരു എക്സാമ്പിളാണത്. അതേപോലെ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഇൻസെൻസ് സ്റ്റിക്ക്, അതായത് നമ്മളുടെ തിരി ഉണ്ടല്ലോ, വീട്ടിലൊക്കെ നമ്മൾ തിരി കത്തിക്കില്ലേ, ആ തിരി നമ്മൾ കത്തിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ഇൻസെൻസ് സ്റ്റിക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ ആ തീ ഒരു സർക്കിൾ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. വൈ? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു റീസൺ ഉണ്ടല്ലേ. തെർമോടോപ്പ്. അതേപോലെ ഒരു ടോർച്ച് ലൈറ്റ്, കണ്ടിന്യൂസ്ലി
മൂവിങ് ഇൻ സർക്കിൾസ്. ടോർച്ച് ലൈറ്റ് കണ്ടിന്യൂസ്ലി മൂവിങ് ഇൻ സർക്കിൾ. അതേപോലെ ഇൻസെൻസ് സ്റ്റിക്ക് കണ്ടിന്യൂസ്ലി മൂവ്ഡ് ഇൻ സർക്കിൾ. അതേപോലെ നമ്മളെ ഫാൻ ഉണ്ടല്ലോ, വെൻ യു ലുക്ക് അറ്റ് ദ ഫാൻ, നമുക്ക് ഫാൻ ബ്ലേഡ്സ് ക്ലിയർലി കാണാൻ കഴിയില്ല അല്ലേ? വൈ? ബിക്കോസ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ കാരണം നമുക്കതൊരു ഡിസ്ക് പോലെയാണ് തോന്നുന്നത് അല്ലേ? ദ ഫാൻസ് ബ്ലേഡ്സ് ഓഫ് ദ ഫാൻസ് അപ്പിയേഴ്സ് ടു ബി ലൈക്ക് എ ഡിസ്ക്. വി കനോട്ട് ഡിസ്റ്റിങ്ക്റ്റ് ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്ത് നമുക്ക് ഫാനിൻ്റെ ബ്ലേഡ്സ് കാണാൻ കഴിയില്ല while the fan is rotating. But this is another example of persistence of vision. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ റെയിൻബോ പഠിച്ചു, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ പഠിച്ചു, റെയിൻബോയുടെ വയലറ്റ് കളറും റെഡ് കളറിലെയും പൊസിഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു, കോമ്പിനേഷൻസ് ഓഫ് കളർ, റീകോമ്പിനേഷൻസ് ഓഫ് കളർ, ഇതെല്ലാം ഈ ഒരു പാർട്ടിൽ നമ്മൾ തീർക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് പഠിക്കാം. ഓക്കെ, ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് ദിസ് ക്ലാസ്. ഐ എം വൈൻഡിങ് അപ്പ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.